എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സൂമിലേക്ക് കടന്നു വരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ താല്പര്യം കാണിച്ചതിനാൽ സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാം. ഇരിക്കുന്നതായിടത്ത് കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. ബൈബിൾ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് താല്പര്യമുണ്ടെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. ആ താല്പര്യം നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്യാം. ദൈവം സഹായിക്കട്ടെ. അനേക വിഷയങ്ങൾ നാം കഴിഞ്ഞ കാലങ്ങളിൽ പഠിക്കുവാനായിട്ടിടയായി. ഇന്ന് ഒരു പുതിയ വിഷയം തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞിരുന്നത് അനുസരിച്ച് ഇന്നതിൻ്റെ ആരംഭമാണ്. ഞാൻ അതിൻ്റെ എന്താണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നതായ വിഷയം എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിന് ശേഷം മുമ്പോട്ട് പോകാം. നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവചനം നാം എല്ലാവരും ഒരുപക്ഷെ ക്രിസ്തീയ കുടുംബ പാരമ്പര്യങ്ങളിൽ വന്നതുകൊണ്ട് നാം ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ വെച്ചതായ നാളെ മുതൽ നാം കാണുന്നതാണ് ദൈവത്തിന്റെ തിരുവചനം. നാം ദിവസവും അത് വായിക്കാറുണ്ട്, പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. ചില ഭാഗങ്ങളെങ്കിലും നമുക്ക് കാണാതെ അറിയുകയും ചെയ്യാം. വേദപുസ്തകവുമായിട്ട് നമുക്ക് വളരെ അടുത്ത് പരിചയമുണ്ട് എല്ലാവർക്കും. എന്നാൽ വേദപുസ്തകം നാം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെന്താണ് ഉത്തരം എന്നുള്ള കാര്യം എനിക്കറിയില്ല. മനസ്സിലാക്കേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നതും അതാണ് നമ്മുടെ ആത്മീയ നിലനിൽപ്പിന് ആധാരം. പ്രസംഗം കേൾക്കുന്നതോ എല്ലാ ദിവസവും ഏതെങ്കിലും ഭാഗത്തു നിന്ന് വായിക്കുന്നതോ അല്ല ദൈവവചനത്തെ കുറിച്ച് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെന്താണ് എന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് പറയുവാനുള്ളതായ കാര്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവത്തോടുകൂടെ പാർക്കുവാൻ അല്ലെങ്കിൽ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ നിവാസമൊരുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. ആ മനുഷ്യനെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പദ്ധതി ആരംഭത്തിലെ അത് മനുഷ്യന്റെ കുഴപ്പം കൊണ്ട് മാറുവാനായിട്ടിടയായി. പക്ഷേ ദൈവം തന്റെ പദ്ധതി അവിടെ അവസാനിപ്പിച്ചില്ല. മനുഷ്യൻ തോറ്റുപോയി എന്നുള്ളത് കൊണ്ട്, മനുഷ്യൻ ദൈവത്തെ അനുസരിച്ചില്ല എന്നതുകൊണ്ട് ദൈവം ആ പദ്ധതി അവസാനിപ്പിച്ചില്ല. ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ളതായ അല്ലെങ്കിൽ തന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ളതായ അൾട്ടിമേറ്റ് ഉദ്ദേശത്തിലേക്ക് ദൈവം മനുഷ്യനെ കൊണ്ടുപോകുവാനായിട്ട് പദ്ധതികൾ ഒരുക്കി. മനുഷ്യന് വേണ്ടി, മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ഉപയോഗിച്ച അല്ലെങ്കിൽ ദൈവം കൊണ്ടുവന്നതായ പദ്ധതികളാണ് വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ദൈവിക പദ്ധതിയും വേദപുസ്തകവുമാണ് നമ്മുടെ പഠന വിഷയം. അഥവാ വേദപുസ്തകം ദൈവിക പദ്ധതികളിൽ കൂടെ, the Bible through the divine plan of our God. ഇതാണ് നമ്മുടെ വിഷയം. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളാണ്. ഉൽപ്പത്തിയിൽ ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു, ദൈവം ഉദ്ദേശിച്ച പദ്ധതി എന്തായിരുന്നു, മനുഷ്യനത് എങ്ങനെയാണ് കണ്ടത്, അത് എന്തുകൊണ്ട് വിജയത്തിലെത്തിയില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പുറപ്പാട് പുസ്തകത്തിന്റെ ആവശ്യമില്ലായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു എന്നുണ്ടായിരുന്നെങ്കിൽ ലേവ്യ പുസ്തകത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോ തുടർന്നുള്ളതായ 39 പുസ്തകങ്ങളും
അത് എന്തുകൊണ്ടാണ് ഓരോ പുസ്തകങ്ങളായിട്ട് തുടർമാനമായിട്ട് വരുവാൻ കാരണം? അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകവും പുറപ്പാട് പുസ്തകവും തമ്മിലുള്ളതായ ബന്ധം എന്താ? ആ ബന്ധത്തിൽ ദൈവിക പദ്ധതിക്കുള്ളതായ സ്ഥാനം എന്താ? ഇതാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നതായ വിഷയം. അപ്പൊ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് കുറെ കഥകൾ വായിച്ച് നമ്മൾ ഗ്രഹിക്കുവാനല്ല പോകുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ, മനുഷ്യനെ ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ കീഴിലെത്തിക്കുവാൻ ദൈവം ഒരുക്കിയതായ പദ്ധതികൾ എന്താ? വാട്ട് ആർ ദ പ്രോഗ്രാംസ് ദാറ്റ് God made to reach man to attain the divine destination about mankind? അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ എന്തൊക്കെയായിരുന്നു? വാട്ട് ആർ ദ പ്ലാൻസ് ഓഫ് ഗോഡ്? അത് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ how it changes and what is the relation between the plan in book of Genesis and in the plan in Exodus. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഉൽപ്പത്തി മുതൽ വായിക്കുവാൻ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് പഴയ നിയമം അവസാനിക്കുമ്പോ, മലാക്കി പുസ്തകം അവസാനിക്കുമ്പോ ഒരു മാലയിൽ ചേർത്ത് വെച്ചിരിക്കുന്നതായ മുത്തുപോലെ തമ്മിൽ ഇണക്കിയതായ ഒരു വലിയ മാല നമുക്ക് കാണുവാനായിട്ട് കഴിയും. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചതായ ഒരു ചെയിൻ ആയി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ആ ചെയിൻ പൂർത്തീകരിക്കപ്പെട്ടില്ല. മനുഷ്യന്റെ വീണ്ടെടുപ്പ് മലാഖിയുടെ സമയത്തും നടന്നില്ല. അതുകൊണ്ട് ഒരു ന്യൂ ടെസ്റ്റമെന്റ് അല്ലെങ്കിൽ ഒരു പുതിയ നിയമം, ഒരു പുതുക്കിയ നിയമം ദൈവത്തിന് കൊണ്ടുവരേണ്ടതായി വന്നു. അതാണ് തുടർന്ന് നമ്മൾ മത്തായി മുതൽ വെളിപ്പാട് വരെ പഠിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എടുക്കുന്നതായ വിഷയം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ കർത്താവിന്റെ പദ്ധതി എന്തായിരുന്നു എന്നുള്ളതാണ്. അത് പഴയ നിയമത്തിന്റെ പുസ്തകങ്ങൾ കൂടെ എല്ലാം നമ്മുടെ കയ്യിൽ ഇറങ്ങും. അപ്പോ ആ ഒരു വിഷയം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകത്തെ കുറിച്ചുള്ളതായ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അറിയാവുന്നവർ അല്പം കൂടെ അവർക്ക് ഓർമ്മ പുതുക്കുവാനായിട്ട് സാധിക്കും. അറിഞ്ഞുകൂടാത്തവർക്ക് വളരെ ശ്രദ്ധാപൂർവം ഇത് മനസ്സിലാക്കുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാനത് സ്ക്രീനിലേക്ക് നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്ക്രീൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമോ? സ്ക്രീൻ കാണാമോ? വായിക്കാൻ കഴിയുന്നുണ്ടോ? അതിനു മുമ്പായി ഞാനൊരു കാര്യം കൂടെ പറയാം. എന്തെങ്കിലും ഇത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ചോദിക്കുന്നതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പലും തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിന്റെ അടിയിൽ കാണുന്നതായ ബട്ടൺസില് റിയാക്ഷൻ എന്ന് പറയുന്നതായ ബട്ടൺ ഞെക്കിയാൽ കൈ ഉയർത്തുന്നതായ ഒരു സിമ്പിൾ കാണുവാനായിട്ട് കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ മുമ്പിൽ ആ സിമ്പിൾ കാണും. സിമ്പിൾ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സമയം തരാം. ചോദിക്കുവാനുള്ളതായ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. ഇതൊരു ഡിസ്കഷൻ മെത്തേഡിൽ കൊണ്ടുപോകുന്നതിന് എനിക്ക് താല്പര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സംശയങ്ങളുണ്ട് എങ്കിൽ അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? ഓരോരുത്തർക്കും മനസ്സിലായല്ലോ? അപ്പോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതായ കാര്യം ശ്രദ്ധിക്കണം. 8 വിഷയങ്ങളാണ് പ്രാരംഭത്തിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 8 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ വിഷയം, വേദപുസ്തകം വായിക്കുന്നതായ ഒരാളിന് അതിനകത്ത് 3 ഭാഷകൾ കാണുവാനായിട്ട് കഴിയും. 3 ലാംഗ്വേജസ്. മലയാളം വേദപുസ്തകമാണെങ്കിലും if it is English Bible or any other Bible,
we can see 3 different languages in the Bible. ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അതിന്റെ അക്ഷരീകമായ മീനിങ് ആണ്, അല്ലെങ്കിൽ ലിറ്ററൽ ലാംഗ്വേജ് ആണ്. ആക്ഷരിക ഭാഷയാണ്, എഴുതിയിരിക്കുന്നത് പോലെ മനസ്സിലാക്കുന്നതായ ഭാഷയാണ് നമ്മൾ പറയുന്നത് ലിറ്ററൽ ലാംഗ്വേജ് അല്ലെങ്കിൽ അക്ഷരീകമായ ഭാഷ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് ലിറ്ററൽ മീനിങ് ആണ്, അത് അക്ഷരീകമായ അർത്ഥമാണ്. ആദിയിൽ ദൈവം ചെയ്തു സൃഷ്ടിച്ചു, അതാണ് അക്ഷരീക ഭാഷ എന്ന് പറയുന്നത്. ശിംശോൻ താടിയല്ലെടുത്ത് 1000 പേരെ കൊന്നു എന്ന് പറയുന്നത് അക്ഷരീകമാണ്, സംഭവിച്ച കാര്യമാണ്, അക്ഷരീകമായി സംഭവിച്ച കാര്യം. മോശ വടിതറയിലിട്ടു സർപ്പമായി തീർന്നു, അക്ഷരീകമായി സംഭവിച്ച കാര്യമാണ്. അപ്പോ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതായി അക്ഷരീകമായിരിക്കുന്നതായ കാര്യമുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഗഹനമായി മനസ്സിലാക്കേണ്ടതിന് ആലങ്കാരിക പ്രയോഗങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ ഉടനീളം കാണുവാനായിട്ട് കഴിയും. അത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആലങ്കാരികമായിരിക്കുന്നതായ ഒത്തിരി നൊട്ടേഷൻസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും, മെറ്റഫോറിക്കൽ മീനിങ്. അപ്പോൾ അത് ആലങ്കാരിക ഭാഷ എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു രീതിയിലാണ്. ഉദാഹരണത്തിന് കർത്താവ് പറഞ്ഞതായ ഒരു ഉപമ നമുക്ക് നോക്കാം. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. ആ വിത്ത് വീണതായ ഇടങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതെന്തല്ല, ഇത് അക്ഷരീകമായി മനസ്സിലാക്കേണ്ട കാര്യമല്ല, അത് ആലങ്കാരിക ഭാഷയായതുകൊണ്ട് കർത്താവ് തന്നെ അത് പറഞ്ഞു തന്നു. വിത്തെന്ന് പറയുന്നത് ദൈവവചനമാണ്, പാറസ്ഥലം എന്ന് പറയുന്നത് കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കുന്നതാണ്, മുള്ളെന്ന് പറയുന്നത് വിഷയങ്ങൾ വന്ന് നമ്മൾ ഞെരുക്കുന്നതായ കാര്യമാണ്. അപ്പൊ മുള്ളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാതെ വേദന ഉളവാക്കുന്നതാണ്, ഞെരുങ്ങുന്നതാണ്, പ്രയാസം ഉളവാക്കുന്നതാണ്. അത് അതിന്റെ ആലങ്കാരികമായ ഭാഷയാണ്. ചിലത് മൂന്നാമത്തെ ഭാഷ എന്ന് പറയുന്നത് സിംബോളിക് ലാംഗ്വേജ് ആണ്. സിംബോളിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അടയാള ഭാഷ. ഗഹനമായി പറയേണ്ടതായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകേണ്ടതിന് അടയാളമായി തന്നിരിക്കുന്നതായ വിഷയങ്ങളുണ്ട്. അപ്പോ ആ അടയാളം മനസ്സിലാക്കിയിട്ട് വേദപുസ്തകത്തിൽ ആ അടയാളം എന്തിനെയാണ് കുറിക്കുന്നത് എന്ന് കണ്ടെത്തി അത് മനസ്സിലാക്കുന്നതായ രീതിയാണ് അടയാള ഭാഷ എന്ന് പറയുന്നത്. ഇങ്ങനെ വേദപുസ്തകത്തെ കുറിച്ച് 9 അടയാളങ്ങൾ നമുക്ക് വേദപുസ്തകത്തെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. ആദ്യം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ആ 9 അടയാളങ്ങളെ കുറിച്ചാണ്. വേദപുസ്തകം 9 അടയാളങ്ങളെ കുറിച്ചാണ്. രണ്ടാമത്തെ വിഷയം പഴയ നിയമത്തിന്റെ പുരാതനവും ആധുനികവുമായ എബ്രായ വിഭജനവും നമ്മുടെ വേദപുസ്തകവുമായിട്ടുള്ളതായ താരതമ്യവുമാണ്. Ancient and modern Hebrew Old Testament divisions comparing with our translation. വേദപുസ്തകം എഴുതപ്പെട്ടത് എബ്രായ ഭാഷയിലാണെന്ന് നമുക്കറിയാം. ഇന്നുള്ളതുപോലെയുള്ളതായ ക്രമീകരണമായിരുന്നില്ല ആദ്യകാലത്തുണ്ടായിരുന്ന വേദപുസ്തകം. അത് ഇടയ്ക്ക് മാറ്റപ്പെടുവാനായിട്ടിടയായിട്ട് തീർന്നു. പുരാതന അല്ലെങ്കിൽ ഏൻഷ്യന്റ് ഹീബ്രു ബൈബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അത് ക്രമീകരിച്ചിരുന്നത്, മോഡേൺ ഹീബ്രു ലാംഗ്വേജിലേക്ക് വന്നപ്പോൾ അതെങ്ങനെയാണ് ക്രമീകരിക്കപ്പെട്ടത്, നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകവും തമ്മിൽ എന്താണ് വ്യത്യാസം, ഇത് മനസ്സിലാക്കുന്നതായ രണ്ടാമത്തെ പോയിന്റാണ് പഴയ നിയമത്തിന്റെ പുരാതനവും ആധുനികവുമായ എബ്രായ വിഭജനം, ഏൻഷ്യന്റ് ആൻഡ് മോഡേൺ ഹീബ്രു ഓൾഡ് ടെസ്റ്റമെന്റ് ഡിവിഷൻസ് നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ദ ബിഗിനിങ് ഓഫ് ദി ഹോളി സ്ക്രിപ്ചർ, ദൈവവചനം എന്നാണ് ആരംഭിച്ചത്, അതിനെക്കുറിച്ചുള്ളതായ ഒരു ചെറിയ പഠനമാണ് മൂന്നാമത്. നാലാമത് ക്രിസ്തുവിന് മുമ്പ്, യേശു ക്രിസ്തുവിന് മുമ്പ് ഉപയോഗിച്ചിരുന്നതായ വേദപുസ്തകം എന്താ, ഏതൊക്കെ വേദപുസ്തകം ഉണ്ടായിരുന്നു,
യേശുക്രിസ്തുവിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന് മുമ്പ് ഉപയോഗിച്ചിരുന്നതായ വേദപുസ്തകം എന്താ? കർത്താവ് ഏതിൽ നിന്നാണ് തിരുവെഴുത്ത് പറയുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തതായ കാര്യം. അപ്പൊ ക്രിസ്തുവിന് മുമ്പുള്ളതായ തിരുവെഴുത്തുകളെ കുറിച്ചുള്ളതായ ചിന്തയാണ് 4-ാമത്തെ വിഷയം. 5-ാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ അടുത്ത കാലം വരെ 20-ാം നൂറ്റാണ്ട് വരെ വേദപുസ്തകം തുടർമാനമായി തർജ്ജമകൾ വന്നുകൊണ്ടിരുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം എന്ന് പറയുന്നത് ഒറിജിനൽ ഹെബ്രായ എഴുതപ്പെട്ടതായ ഒറിജിനൽ വേദപുസ്തകമല്ല എന്ന് മനസ്സിലാക്കണം. ഒത്തിരി തർജ്ജമകൾ വന്നിട്ട് ആ തർജ്ജമകളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തതായ വേദപുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതിനകത്ത് ഒരു പരിധിവരെ മാത്രമേ എബ്രായ ഭാഷയുമായിട്ടുള്ളതായ ആ സാമ്യമുള്ളൂ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഏതൊക്കെ രീതിയിലാണ് 20-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകം നമ്മുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് ഉണ്ടായ തർജ്ജമകളെ കുറിച്ച് ഒന്ന് ഔട്ട്ലൈൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഇത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് മലയാളം വേദപുസ്തകമാണ്. വി ആർ ഓൾ യൂസിങ് അവർ പ്രസന്റ് ബൈബിൾ either in മലയാളം ഓർ ഇൻ ഇംഗ്ലീഷ്. നമ്മുടെ കയ്യിലിരിക്കുന്ന മലയാളം വേദപുസ്തകത്തിന്റെ ചരിത്രം ഒന്ന് അറിയണം. നമുക്കറിയാം വേദപുസ്തകം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം വേദപുസ്തകം. പക്ഷെ ഇതിന്റെ ചരിത്രം എത്ര പേർക്കറിയാം? ഇതെങ്ങനെയായി വേദപുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയത്? ഏത് ബൈബിൾ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വിവിധ അളവിലും വിവിധ സൈസിലും വിവിധ വിലയിലുമുള്ള ബൈബിളുണ്ട്. ഈ മലയാളം ബൈബിൾ ഇങ്ങനെ നമുക്ക് സൗകര്യപൂർവ്വം കിട്ടുന്നതിന് എന്താ കാരണമായി തീർന്നതോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതാണ് 6-ാമത്തെ വിഷയം. 7-ാമത്തെ വിഷയം, നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവചനം അത് യഥാർത്ഥത്തിൽ ദൈവവചനമാണെന്നുള്ളതിന് എന്താ തെളിവ്? പ്രൈസല്ലോ. മറ്റുള്ളതായ മതഗ്രന്ഥങ്ങളെ പോലെ രാമായണം പോലെയോ മഹാഭാരതം പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ പോലെയോ ഉള്ള ഒരു മതഗ്രന്ഥമാണോ ഇത്? പ്രൈസല്ലോ. ഇത് ദൈവവചനമാണ് എന്ന് നമ്മൾ പറയുന്നു. ദൈവവചനമാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇത് ദൈവവചനമാണെന്ന് തെളിവെന്തെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും പറയണമല്ലോ. 10 തെളിവുകൾ ആധികാരികമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതാണ് 7-ാമതായിട്ട് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതായ ആ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 8-ാമത്തെ വിഷയം, ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ഉന്നതമായ പദ്ധതി. ഇത്രയും ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കയറുകയുള്ളൂ. ഇതാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ 8 വിഷയങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായി തുടർന്നുള്ളതായ ബൈബിൾ ക്ലാസ്സുകളിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. തിരുവചനം നമ്മൾ തുറക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തുറക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടതായ 2 വാക്യങ്ങൾ പ്രാരംഭമായി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിന്റെ 1-ാമത്തെ വിഷയത്തിലേക്ക് കിടക്കാം. 1-ാമത്തെ വിഷയം എന്ന് പറയുന്നത് 9 symbols for the Holy Scripture എന്ന 9 symbols for the Holy Scripture. അപ്പൊ അതിനു മുമ്പ് 2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് Psalms 119 verses 103 to 105. തിരുവചനം എന്റെ എണ്ണാക്കിന് എത്ര മധുരം, അവ എന്റെ വായ്ക്ക് തേനിലും നല്ലത്. അങ്ങയുടെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. അങ്ങയുടെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അത് ഹന്ന എന്ന് വായിക്കാമോ ഇംഗ്ലീഷിൽ? ഹൗ സ്വീറ്റ് ആർ ദൈ വേർഡ്സ്. How sweet are your words to my taste, sweeter than honey to my mouth. Through your precepts I get understanding, therefore I hate every false way. Your word is a lamp to my feet and a light to my path.
അപ്പോ തിരുവചനം എന്റെ അണ്ണാക്കിൽ എത്ര മധുരം. ഹൗ സ്വീറ്റ് ആർ ദൈ വേർഡ്സ് അൺടു മൈ ടേസ്റ്റ്. അവ എന്റെ വായിക്ക് തേനിലും നല്ലത്. യാ സ്വീറ്റർ ദാൻ ഹണി ടു മൈ മൗത്ത്. അപ്പോ ഇത്രത്തോളം മാധുര്യമുള്ളതായ വചനം നമ്മൾ ആദ്യോടന്തം മനസ്സിലാക്കുക എന്ന് പറയുന്നത് പോലെ വലിയ ഒരു ഭാഗ്യം മറ്റൊന്നില്ല. മാത്രമല്ല, ആ ഭാഗത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോ അങ്ങയുടെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. Thy word is a lamp unto my feet and a light unto my path. അത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആത്മീയമായി പറഞ്ഞാൽ ഈ ലോകം മുഴുവനും പാപത്തിന്റെ ഇരുട്ടിലാണ്. സാത്താൻ നിറച്ചു വച്ചിരിക്കുന്നതായ അന്ധകാരത്തിലാണ് ഈ ലോകം മുഴുവൻ. അതിന് സ്വർഗത്തേക്ക് വഴി കാണിക്കുവാൻ കഴിയത്തില്ല. അപ്പോ സ്വർഗത്തേക്ക് വഴി കാണിക്കുന്ന ദീപമെന്ന് പറയുന്നത് ആ സ്വർഗത്തേക്കുള്ളതായ വഴിയിൽ പ്രകാശിതമായി നിൽക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് നാം വചനം അതിൻ്റെതായ നിലയിൽ മനസ്സിലാക്കിയെങ്കിലേ പറ്റുകയുള്ളൂ. ഈ വാക്യം ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. രണ്ടാമത്തെ വാക്യം നമുക്ക് തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. 2 തിമോത്തി chapter 3 verses 16. എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഈ വാക്യം ഒന്ന് വായിക്കാമോ? Can you read it, Jiva? All scripture is given by inspiration of God and is profitable for doctrine, for reproof, for correction, for instruction in righteousness. Again, there. Okay, righteousness. Again, complete ആയില്ല. That the man of God may be complete, thoroughly equipped for every good work. That the man of God may be perfect, thoroughly furnished unto all good works. വളരെ കാതലായിരിക്കുന്നതായ വേദഭാഗമാണത്. തിരുവചനത്തിന്റെ പ്രാധാന്യം. ഈ ഭാഗത്ത് പൗലോസ് 4 കാര്യങ്ങളാണ് ഈ ദൈവവചനം രൂപപ്പെടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവവചനം ഈ രീതിയിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിച്ചതായ 4 കാര്യങ്ങളെ അല്ലെങ്കിൽ നമുക്ക് 4 കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. തിരുവചനത്തിനെ കുറിച്ചുള്ളതായ 4 കാര്യങ്ങൾ. ഈ എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്, അത് ഉപദേശത്തിനുള്ളതാണ്. ഈ ലോകത്ത് ഇപ്പോ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഉപദേശമാണ് ഇഷ്ടമല്ലാത്തത്. ആരെ ഉപദേശിക്കാൻ പറ്റത്തില്ല. ഉപദേശം വേണ്ട എന്നുള്ളതായ നിലയിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ദൈവവചനത്തെ കുറിച്ച് പൗലോസ് പറയുന്ന അടിസ്ഥാനപരമായ കാര്യം അത് ഉപദേശത്തിനുള്ളതാണ്. ഉപദേശം എന്തിനാണ്? ഉപദേശം നേരായ വഴിയിൽ കൂടെ നടക്കേണ്ടതിനാണ്. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം തെറ്റായ ദിശയിലേക്ക് പോകുവാൻ എപ്പോഴും പ്രവണത കാണിക്കുന്നതാണ്. പക്ഷേ നിർബന്ധപൂർവമായി നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ members of the body is forced to move in the wrong direction, but the word of God will force the members of the body to redirect his way to the right path. അപ്പോ നേരായ വഴിയിലേക്ക് നമ്മെ നടത്തുന്നതിന് ഉപദേശം തരുന്നതാണ് ദൈവത്തിന്റെ വചനം. ഉപദേശത്തിനും രണ്ടാമത് വായിച്ചു, ശാസനയ്ക്ക്, ഫോർ റീപ്രൂഫ്. ശാസന തെറ്റായിട്ടുള്ളത് കാണുമ്പോ അത് നമുക്ക് വാണിംഗ് തരികയാണ്. അതല്ല ശരിയാണ്. ശരിയായ മാർഗം അത് തെറ്റായ മാർഗമാണ്, അത് തെറ്റാണ്, ശരി ഇതാണ് എന്ന് പറഞ്ഞ് അത് നമ്മെ ശാസിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. വചനത്തിന്റെ പ്രത്യേകത, ഒന്ന് ഉപദേശിക്കുന്നതാണ്,
2 ശാസിക്കുന്നതാണ്, 3 ഇറ്റ് ഈസ് ഫോർ കറക്ഷൻ, 3 ഗുണീകരണത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നാം ചെയ്യുന്നതായ തെറ്റുകൾ പോക്കി മാറ്റിയെടുത്ത് അതിനെ നേരായ രീതിയിലേക്ക് തിരിക്കുന്നതാണ് എന്ത്? ദൈവത്തിന്റെ വചനം. അപ്പൊ ഇത് ഓർമ്മ വേണം. ദൈവത്തിന്റെ വചനം 1 ഉപദേശത്തിനുള്ളതാണ്, 2 ശാസനയ്ക്കുള്ളതാണ്, 3 ഗുണീകരണത്തിന് വേണ്ടിയുള്ളതാണ്, 4 ദൈവത്തിന്റെ വചനം എന്തിനു വേണ്ടിയാണ്? നീതിയുടെ പ്രബോധനത്തിനായിട്ടാണ്. ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ റൈറ്റിയസ്നെസ്, നമ്മളെ നീതിയിലേക്ക് നടത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. ഈ 4 കാര്യങ്ങൾ ദൈവവചനം ചെയ്യുന്നതാണ്. ഈ ദൈവവചനം നമുക്ക് തരേണ്ടതിനു വേണ്ടി ദൈവം ഉപയോഗിച്ച 3 ഉപകരണങ്ങളുണ്ട്. 3 tools that God has used to shape this word of God. ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നതായ ഈ വചനം നമ്മുടെ കയ്യിൽ ലഭിക്കേണ്ടതിന് God used 3 tools. എന്തൊക്കെയാണ് ഉപയോഗിച്ചതായ 3 ടൂൾസ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് വെളിപ്പാട്, അത് റെവലേഷൻ. അതേ വാക്യത്തിനകത്ത് തന്നെയുള്ളതായ കാര്യമാണ്. നമ്മൾ വായിച്ചതായ ആ വാക്യത്തിന്റെ ബേസിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം വെളിപ്പെടുത്തിയതായ കാര്യങ്ങളാണ്. 2 അത് ഇൻസ്പയർ ചെയ്യുന്നതാണ്, പ്രചോദനം നൽകുന്നതാണ്. 3 അത് ഇലൂമിനേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അത് പ്രകാശനം തരുന്നതാണ്. എന്താണ് റെവലേഷൻ? എന്താണ് ഇൻസ്പിരേഷൻ? എന്താണ് ഇലൂമിനേഷൻ? ഈ 3 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് സിംബൽസ് ഫോർ ദി സ്ക്രിപ്ചറിലേക്ക് പോകാം. ഒന്നാമത് റെവലേഷൻ എന്ന് പറയുമ്പോ ദൈവത്തിൽ നിന്ന് മനുഷ്യന് നൽകുന്നതാണ് റെവലേഷൻ. ഇവിടുന്ന് ദൈവത്തിങ്കൽ നിന്ന് മനുഷ്യന് നൽകുന്നതാണ് റെവലേഷൻ. ദൈവത്തിന് ഒരാഗ്രഹം മനസ്സിൽ വന്നു. എന്താ ആഗ്രഹം എന്നറിയാമോ? എന്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ മനുഷ്യന് കൊടുക്കണം, മനുഷ്യന് വേണ്ടി അത് എഴുതി വെക്കണമെന്നുള്ളത് ആ ഒരു ആഗ്രഹം ദൈവത്തിന്റെ മനസ്സിൽ വന്നു. ദൈവത്തിന് ഡയറക്റ്റ് ആയിട്ട് വന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? 3 ടൂൾസ് അതിനു വേണ്ടി ഉപയോഗിച്ചു. ഒന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു റെവലേഷനാണ്. അത് ദൈവം ചില മനുഷ്യരെ തിരഞ്ഞെടുത്തിട്ട് ദൈവത്തിന് എന്താണോ മനുഷ്യന് വേണ്ടി കൊടുക്കുവാൻ ആഗ്രഹിച്ചത് അത് ആ മനുഷ്യൻ ദൈവം തിരഞ്ഞെടുത്തതായ ആ മനുഷ്യന് കാണിച്ചു കൊടുക്കുവാനിടയായി. ഫോർ എക്സാമ്പിൾ, യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് സീനായി മലയിലേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വരുമ്പോ ദൈവത്തിന്റെ വായിൽ എന്തുണ്ട്? തന്റെ വചനമുണ്ട്. സൃഷ്ടി മുതലുള്ളതായ, തന്റെ ആദ്യകാലത്തെ സൃഷ്ടി മുതലുള്ളതായ കാര്യങ്ങൾ തന്റെ ഹൃദയത്തിലുണ്ട്. അത് മനുഷ്യരറിയാൻ വേണ്ടി മനുഷ്യന് കൊടുക്കണം. ദൈവം എന്ത് ചെയ്തു? ഒരു മനുഷ്യനെ സെലക്ട് ചെയ്തു, മോശയെ സെലക്ട് ചെയ്തു. എന്നിട്ട് മോശ എടുത്ത് പറഞ്ഞു, കം ഇൻ മൈ പ്രസൻസ്. മോശ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആ സന്നിധിയിലേക്ക് കയറി ചെന്നു. 40 ദിവസം മോശ ദൈവത്തോടു കൂടിയായിരുന്നു. ദൈവം അവന് സകലതും കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ വായിക്കുന്നത്, ദൈവം അവന് സകലതും കാണിച്ചു കൊടുത്തു. സൃഷ്ടിയെ കുറിച്ചുള്ളതും മോശയ്ക്ക് മുമ്പ് 1500 2000 വർഷത്തിന് മുമ്പുള്ളത് മാത്രമല്ല, അതിന് പിൻപുള്ളതുമായ കാര്യങ്ങളെല്ലാം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. മോശ അതെല്ലാം രേഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോ മോശയ്ക്ക് കിട്ടിയതായ വെളിപ്പാട് അതുപോലെ തന്നെയാണ് യോഹന്നാന് കിട്ടിയതും. യോഹന്നാനും എന്ത് ചെയ്തു? ദൈവം കാണിച്ചു കൊടുത്തു. അപ്പോ വേദപുസ്തകം ആരെല്ലാം എഴുതിയോ ഇതെല്ലാം ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്നതായ കാര്യങ്ങൾ അവർക്ക് ദൈവം കാണിച്ചു കൊടുത്ത കാര്യമാണ്. അതാണ് വെളിപ്പാടെന്ന് പറയുന്നത്. ദൈവത്തിങ്കൽ നിന്ന് മനുഷ്യന് എഴുതപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ
ദൈവം മനുഷ്യനോട് പറയുന്നതാണ്. ഫ്രം ഗോഡ് ടു മാൻ, മാൻ ഹിയേഴ്സ് ദാറ്റ് വിച്ച് ഗോഡ് വാണ്ട്സ് റിട്ടൺ. രണ്ടാമത് പ്രചോദനം, അതായത് ഇൻസ്പിറേഷൻ മനുഷ്യനിലേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തു? അവൻ എഴുതുവാനുള്ളതായ ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ്. നമ്മള് തിമോത്തിയോസിന് എഴുതിയതായ ലേഖനത്തിൽ നമുക്ക് ഇതേ ഭാഗം കാണുവാനായിട്ട് കഴിയും. ദൈവം ഇൻസ്പയർ ചെയ്യുകയാണ്. ദൈവം ഇൻസ്പയർ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ സബ്ജക്ട് എടുക്കാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇൻസ്പയർ ചെയ്തത് കൊണ്ടാണ് കർത്താവിന്റെ ദാസന്മാർ പലപ്പോഴായി തിരുവചനം എഴുതി നമ്മുടെ കയ്യിൽ തരുവാൻ കാരണം. രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് ഇൻസ്പിറേഷൻ ആണ്. മനുഷ്യനിൽ നിന്ന് എഴുത്തിലേക്ക് വ്യാപരിക്കുകയാണ്. മനുഷ്യന്റെ ഉള്ളത്തിൽ നിന്ന് അവന്റെ കൈകളിൽ കൂടെ അത് എഴുത്തിലേക്ക് അല്ലെങ്കിൽ പേപ്പറിൽ എഴുത്തിലേക്ക് കൊടുക്കുകയാണ്. രണ്ടാമത്തെ ടൂളാണത്. ഫ്രം മാൻ ടു പേപ്പർ മാൻ റൈറ്റ്സ് ദാറ്റ് വിച്ച് ഗോഡ് വാണ്ട്സ് റിട്ടൺ. മൂന്നാമത്തത് പ്രകാശനമാണ്, ഇലൂമിനേഷൻ ആണ്. കടലാസിൽ എഴുതി കിട്ടിയതായ കാര്യം നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് പ്രകാശിപ്പിച്ചു തരുന്നതാണ് ഇലൂമിനേഷൻ. അപ്പൊ ദൈവവചനം ശരിയായി നമ്മിൽ പ്രയോജനപ്പെടണമെങ്കിൽ എന്തു വേണം? ദൈവത്തിങ്കൽ നിന്ന് റെവലേഷനായി ആർക്കോ കിട്ടിയതായ വചനം അവൻ പേപ്പറിൽ എഴുതിയത് പേപ്പറിൽ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രയോജനപ്പെടുകയില്ല. ആ പേപ്പറിൽ എഴുതപ്പെട്ടതായ കാര്യം നമ്മുടെ ഹൃദയത്തിൽ വന്ന് അത് ഹൃദയത്തിൽ സ്ഥാപിതമാകുമ്പോൾ, നമ്മുടെ ഹൃദയം അതിനാൽ പ്രകാശിതമാകുമ്പോഴാണ് ദൈവത്തിന്റെ വചനം നമ്മിൽ ക്രിയ ചെയ്യുവാൻ ആരംഭിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേട്ടത് കൊണ്ട് പ്രയോജനമുണ്ടോ? പ്രയോജനം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അത് എന്ത് ചെയ്യണം? പേപ്പറിലുള്ളത് വായിക്കാതിരുന്നാൽ ശരിയാകുമോ? വായിച്ചാൽ ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത് മൂന്നാമത്തെ വിഷയത്തുള്ളതായ ബന്ധത്തിലേക്കും. അതെങ്ങനെയാണ്? വായിക്കുന്നതായ കാര്യങ്ങൾ ഹൃദയത്തിൽ അത് ഏറ്റെടുത്ത് we have to illuminate it ourselves. നമ്മൾ തന്നെ അതിനെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന്, നമ്മുടെ ജീവിതത്തിന്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് നാം തന്നെ അതിനാൽ പ്രകാശിതമാകുമ്പോഴാണ് ദൈവവചനം അതിൻ്റെതായിട്ടുള്ള സ്ഥാനം ഏറ്റെടുക്കുന്നത്. അപ്പൊ ഇന്ന് രാത്രി നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ വായിക്കുന്ന ദൈവത്തിന്റെ വചനം ആർക്കോ വെളിപ്പെട്ട് കിട്ടിയതാണ്. ഞാൻ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ആർക്കോ വെളിപ്പെട്ട് കിട്ടിയതാണ്. അത് ഞാൻ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവമേ, എന്റെ ഹൃദയത്തിൽ അത് എഴുതപ്പെടുകയും അത് എന്നെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിപ്പാനിടയായിട്ട് തീർന്നാൽ ദൈവത്തിന്റെ വചനം നമ്മിൽ അത് ക്രിയയായി വെളിപ്പെടുവാനായിട്ടിടയാകും. ഇത് ദൈവവചനത്തെ കുറിച്ചുള്ളതായ പ്രാരംഭ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അടുത്ത പ്രധാനപ്പെട്ടതായ വിഷയത്തിലേക്ക്, ഒന്നാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. തിരുവെഴുത്തുകളുടെ 9 അടയാളങ്ങൾ, 9 symbols ഫോർ ദ ഹോളി സ്ക്രിപ്ചർ. എന്തിനാണ് നമ്മൾ ഈ അടയാളങ്ങൾ പഠിക്കുന്നത്? അടയാളങ്ങൾ ഏതടയാളമാണോ ആ അടയാളത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരേണ്ടതിന് വേണ്ടിയാണ് ഈ തിരുവെഴുത്തുകൾ അടയാളങ്ങളായി പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. പുറമെ നിന്നൊന്നും പോകേണ്ട കാര്യമില്ല. വേദപുസ്തകത്തിൽ നിന്ന് തന്നെ പഠിക്കാം. ആ 9 അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളം നമുക്ക് വായിക്കാം. ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് ദൈവവചനം കണ്ണാടിയാണ്. അപ്പൊ കണ്ണാടി എന്ന് പറഞ്ഞൊരു അടയാളമാണ്. ഇതെന്താണ് ഉപയോഗം? കണ്ണാടിയുടെ ഉപയോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കണ്ണാടിയുടെ ഉപയോഗം എന്താണ്? കണ്ണാടിയുടെ ഉപയോഗം നമുക്ക് നമ്മളെ തന്നെ കാണാൻ വേണ്ടിയാണ്. എന്തിനാ നമ്മളെ തന്നെ കാണുന്നത്? നമ്മളെ തന്നെ കാണുന്നത് ഒന്ന്, നമ്മുടെ മുഖത്തുള്ളതായ അഴുക്കുകൾ അല്ലെങ്കിൽ അപാകതകൾ കണ്ട് മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്യാനാണ് കണ്ണാടി ഉപയോഗിക്കുന്നത്.
ദൈവവചനം കണ്ണാടിയാണ് എന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? അത് പറഞ്ഞിരിക്കുന്നത് യാക്കോബാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ സഹോദരനായ യാക്കോബ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സസ് 23 to 25. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ടു താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. For if any be a hearer of the word and not a doer, he is like unto a man beholding his natural face in a glass. For he beholdeth himself and goeth his way, and straightway forgotten what manner of man he was. But whoso looketh unto the perfect law of liberty and continueth therein, he being not a forgetful hearer, but a doer of the work, this man shall be blessed in his deed. ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് മാറിക്കഴിയുമ്പോ നമ്മൾ തന്നെ മറന്നു പോകുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോ നമ്മിലുള്ളതായ മലിനത കണ്ടെത്തുന്നത് പോലെ ദൈവവചനത്തിൽ ശ്രദ്ധിച്ച് ആ ദൈവവചന പ്രകാരം നമ്മളെ തന്നെ ഒരുക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ കാണുവാനായിട്ടാണ് ദൈവം നമുക്ക് വചനം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം കണ്ണാടിയാണെന്ന് പറയാൻ കാരണം. അതിന്റെ കണ്ണാടിയാണെന്ന് പറയാനുള്ളതായ കാരണം ബിക്കോസ് ഇറ്റ് റിഫ്ലക്ട്സ് ദ മൈൻഡ് ഓഫ് ഗോഡ് ആൻഡ് ദ ട്രൂ കണ്ടീഷൻ ഓഫ് മാൻ. ഒന്ന്, അത് ദൈവത്തിന്റെ മനസ്സിനെ നമുക്ക് വേണ്ടി റിഫ്ലക്ട് ചെയ്തു തരികയാണ്. രണ്ടാമത്, നമ്മുടെ ശരിയായിട്ടുള്ള കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സോ വൈ ദ സ്ക്രിപ്ചർ ഇസ് കോൾഡ് മിറർ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ബിക്കോസ് ഇറ്റ് റിഫ്ലക്ട്സ് ദി മൈൻഡ് ഓഫ് ഗോഡ് ആൻഡ് ദ ട്രൂ കണ്ടീഷൻ ഓഫ് മാൻ. നമുക്ക് നമ്മുടെ ശരിയായിട്ടുള്ള നില മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മുടെ പാപത്തിന്റെ അളവ്, നമ്മുടെ നീതിയുടെ കുറവ്, ദൈവവുമായിട്ടുള്ളതായ അകലം, പ്രൈസ് ദി ലോർഡ്, ദൈവസന്നിധാനത്തിലുള്ളതായ മലിനത, ദൈവസന്നിധിയിലെ കുറവുകൾ എല്ലാം നമുക്ക് വചനത്തിൽ നിന്ന് വചനം അത് റിഫ്ലക്ട് ചെയ്തു തരും. അത് ഏതുവരെ ദൈവത്തിന്റെ മനസ്സ് നമ്മെ റിഫ്ലക്ട് ചെയ്ത് ആ മനസ്സിനോട് അടുപ്പിക്കുവാനായിട്ട് ഈ വചനം എന്നതായ മിറർ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. സോ ഒന്നാമത്തെ സിമ്പൽ എന്ന് പറയുന്നത് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് എ മിറർ. ദ സ്ക്രിപ്ചർ, ഹോളി സ്ക്രിപ്ചർ ഈസ് എ മിറർ. രണ്ടാമത്തെ അടയാളം വായിക്കാൻ നമുക്ക് വളരെ പരിചിതമായ വാക്കുകൾ അകത്തുകൊണ്ട് പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സസ് 23. ഈ ഒന്ന് വായിച്ചേ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സസ് 23. Having been born again, not of corruptible seed, but incorruptible, through the word of God, which lives and abides forever. ബോൺ അഗെയിൻ എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ക്രിസ്ത്യൻ ലൈഫിൽ. വീണ്ടും ജനനം എന്ന് പറയുന്ന വാക്ക്, നമ്മളെല്ലാവരും വീണ്ടും ജനിച്ചവരാണ്. വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല എന്നാണ് നമ്മുടെ കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞത്. പത്രോസ് എന്താ പറയുന്നത്? നാം വീണ്ടും ജനിച്ചത് എങ്ങനെയാണ്? കെടുന്ന ബീജത്താലല്ല. ബീയിങ് ബോൺ അഗെയിൻ നോട്ട് ഓഫ് കറപ്റ്റബിൾ സീഡ്. കെട്ടുപോകുന്ന, ചീത്തയായി പോകുന്ന, കേടായി പോകുന്ന വിത്തിനാലല്ല നാം വീണ്ടും ജനിച്ചത്. പിന്നെയോ കെടാത്തതിനാൽ, ബട്ട് ഓഫ് ഇൻകറപ്റ്റബിൾ ബൈ ദ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ലിവ് ഫോറെവർ. എന്നേക്കുമുള്ള നിലനിൽക്കുന്ന ദൈവവചനത്താൽ നാം വീണ്ടും ജനിച്ചു. വചനം എന്താണ്?
വീണ്ടും ജനനം തരുന്നതായ വിത്താണത്. ഇറ്റ് ഇസ് എ സീഡ്. വീണ്ടും യാക്കോബ് പറയുന്ന കാര്യം, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോ ദൈവവചനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീഡ് ഓഫ് ഹിസ് ഓൺ will beget he as with his word of truth, that we should be kind of first fruits of his creations. അടുത്തത് ഈ കർത്താവ് തന്നെ ഈ വിത്തിനെ കുറിച്ച് പറയുവാനായിട്ട് ഇടയായിത്തീർന്ന കാര്യം നമുക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 18 മുതൽ 23 വരെയുള്ളതായ വാക്യം, മാത്യൂസ് ചാപ്റ്റർ 13 വേഴ്സസ് 18 to 23. അത് വിതയ്ക്കുന്നവന്റെ ഉപമയാണ്. എന്താണ് വിതയ്ക്കുന്നത്? ഗോതമ്പ് മണിയോ അല്ലെങ്കിൽ യവത്തിന്റെ ധാന്യകണങ്ങളോ അല്ല വിതയ്ക്കുന്നത്. കർത്താവ് ഉദ്ദേശിച്ചത് ദൈവവചനം വിതയ്ക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ്? ആ ദൈവവചനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വിത്തായി വീഴുകയും അതിന്റെ അനുകൂല സാഹചര്യം വരുമ്പോ ആ വിത്ത് അതിന്റെ മുളകൾ പൊട്ടി ഇലകൾ വന്ന് അത് വളരുവാനും പിന്നത്തേതിൽ നല്ല ഫലം കായ്പാനും ഇടയായിത്തീരുമെന്നാണ് കർത്താവ് ഉപമയിൽ കൂടി വ്യക്തമാക്കിയത്. അപ്പോ ദൈവവചനം എന്ന് പറയുന്നത് എന്താണ്? അത് വിത്താണ് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. അത് വിത്താണെന്ന് പറയാൻ കാരണം, ഇറ്റ് ഈസ് കോൾഡ് സീഡ് ബിക്കോസ് വൺസ് പ്രോപ്പർലി പ്ലാന്റഡ് ഇറ്റ് ബ്രിങ്സ് ഫോർത്ത് ലൈഫ്, ഗ്രോത്ത് ആൻഡ് ഫ്രൂട്ട്. എന്തുകൊണ്ടാണ് വിത്താണെന്ന് പറയാൻ കാരണം? ഒരു വിത്ത് ചെയ്യുന്നതായ എല്ലാ പ്രക്രിയയും ഇത് ചെയ്യുന്നത് കൊണ്ടാണ്. വിത്ത് നമ്മൾ നിലത്ത് ഇട്ട് കഴിഞ്ഞാൽ, അത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു നിലത്തിലേക്ക് വിത്തിട്ടാൽ എന്ത് ചെയ്യും? അത് നമുക്ക് കണ്ടാലും ജീവനില്ല എങ്കിലും ആ വിത്ത് നിലത്ത് വീണ് കഴിയുമ്പോ അതിന്റെ തോട് പൊട്ടും. അതിനകത്തിരിക്കുന്നതായ മുകുളം എന്ത് ചെയ്യും? പതുക്കെ അത് മുകളിലോട്ട് വരും. സൂര്യപ്രകാശമേറ്റ് അത് വിടരും. വിടർന്നു കഴിഞ്ഞ് അത് വളർച്ചയിലേക്ക് വരും. വളർന്നു കഴിഞ്ഞ് അത് ഫലം കൊടുക്കുവാനിടയാകും. ദൈവവചനം അത് തന്നെ ചെയ്യുന്നത്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് എന്ത് ചെയ്യും? ഒരു സമയമാകുമ്പോ അത് ഫലം കൊടുക്കുവാനിടയാകും. എന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. സൺഡേ സ്കൂളിൽ പഠിച്ചതായ കാര്യങ്ങൾ അത് വളരെ ശ്രദ്ധയോടെ അന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നത് പ്രൈസ് ദി ലോർഡ് ആർക്കോ വേണ്ടി പഠിക്കുന്നു എന്നുള്ളതായ നിലയിലായിരിക്കരുത് നാം ഒരിക്കലും ദൈവവചനം പഠിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അത് പ്രായമായാലും കൊള്ളാം, ചെറുപ്പത്തിലായാലും കൊള്ളാം, വൃദ്ധനായാലും കൊള്ളാം, എപ്പോ പഠിച്ചാലും അത് നമ്മൾക്ക് വേണ്ടിയാണ് എന്നുള്ളതായ ചിന്തയിൽ നാം അത് ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിക്കാൻ തുടങ്ങിയാൽ അത് ഹൃദയത്തിലിരുന്ന് ദൈവവചനം വളരുവാനിടയാകും. വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. അത് വളരും തോറും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാനുള്ളതായ ഒരാഗ്രഹം കർത്താവിന്റെ ദാസന്മാർക്ക് എല്ലാവർക്കും ഉള്ളത്. അത് വന്നു കഴിഞ്ഞാലോ അതിങ്ങനെ അനേകർക്ക് ഫലം ചെയ്യുമാറ് അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുവാനിടയാകും. അപ്പൊ ഒരു വിത്ത് ചെയ്യുന്നത് പോലെയുള്ളതായ കാര്യങ്ങളെല്ലാം വചനം ചെയ്യുന്നത് കൊണ്ട് the scripture symbolically says it is a seed. സിംബോളിക്കൽ മീനിങ് എന്ന് പറയുന്നത് അതിന്റെ വചനത്തിന്റെ സിംബലൈസ്ഡ് വേർഷൻ എന്ന് പറയുന്നത് സീഡാണ്. രണ്ടാമത്തെ വിഷയം. മൂന്നാമത്, വചനം എന്താണ്? വെള്ളമാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കതറിയാം. വെള്ളം എന്തൊക്കെയാ ചെയ്യുന്നത്? അതൊക്കെ ദൈവവചനം ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് അറിയാം. ദൈവവചനം വെള്ളത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നതായ അനേക ഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഭാഗം മാത്രം ഹന്ന എന്ന് വായിച്ചാട്ട് ബുക്ക് ഓഫ് എഫേസ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ്
26 onwards വായിച്ചാൽ മതി. Verses 26 and 27. That he might sanctify and cleanse her with the washing of water by the word, that he might present her to himself a glorious church, not having spot or wrinkle or any such thing, but that she should be holy and without blemish. Without blemish. 26. അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി. നോക്കിയേ, അത് മാത്രം മതി. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. അപ്പൊ വചനം വെടിപ്പാക്കുന്നതാണ്. വെള്ളം നമ്മെ വെടിപ്പാക്കുന്നത് പോലെ, നമ്മുടെ ശരീരത്തിലെ അഴുക്ക് കളയുന്നത് പോലെ സ്നാനത്താൽ പാപത്തിന്റെ കറകൾ നമ്മിൽ നിന്ന് നീക്കിക്കളയുന്നതാണ് എന്ത് ഈ വചനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നാനം എന്ന് പറയുന്നത്. ആ സ്നാനം ഏതിനാലാണ്? ജലസ്നാനത്താൽ, വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ. അപ്പോ സ്നാനപ്പെടുമ്പോ എന്താ സംഭവിക്കുക? നമ്മുടെ പാപത്തിന്റെ കറകൾ നമ്മിൽ നിന്ന് വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈ വെള്ളം അല്ലെങ്കിൽ വചനത്തെ വെള്ളത്തോട് ഉപമിക്കുവാനുള്ളതായ 3 കാരണങ്ങളുണ്ട്. ബിക്കോസ് ഓഫ് ഹിസ് ക്ലീനിങ് പ്രോപ്പർട്ടി. 2, ഇറ്റ്സ് quenching പ്രോപ്പർട്ടി. ആൻഡ് 3rd one, ഇറ്റ് ഈസ് റിഫ്രഷിംഗ് ക്വാളിറ്റി. ഈ 3 കാര്യങ്ങളാൽ ദൈവത്തിന്റെ വചനത്തെ വെള്ളത്തോട് താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. ആ റെഫറൻസ് മാത്രം, ഞാൻ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല, റെഫറൻസ് മാത്രം നിങ്ങളെ കാണിക്കാം. ആ റെഫറൻസ് ഒന്ന്, വെള്ളം quenching പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ദാഹമുളവാക്കുന്നതാണ്. ഏത്? വെള്ളം, അല്ലെങ്കിൽ ദാഹത്തിന് പറ്റിയതാണ്. അപ്പൊ ദാഹത്തിന് പറ്റിയതാണ് എന്ന്, വെള്ളം ദാഹത്തിന് അത്യാവശ്യമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. 42-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാക്ഷിക്കുന്നു. അസ്ഥി ഹാർട്ട് panteth after the water brooks, so panteth my soul after thee, O God. ദൈവത്തോട് ചേരുവാനുള്ള വലിയ ആഗ്രഹം, അല്ലെങ്കിൽ വചനം പ്രാപിക്കുവാനുള്ളതായ വലിയ ആഗ്രഹം. 119-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ദൈവത്തിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോ അത് ഒരു ക്ലിൻസിങ് പ്രോപ്പർട്ടിയിലേക്ക്, അല്ലെങ്കിൽ ക്ലിൻസിങ് ക്വാളിറ്റിയിലേക്ക് നടത്തുന്നതാണ്. ദൈവത്തിന്റെ വചനത്താൽ നാം സൂക്ഷിക്കപ്പെടുമ്പോൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നാം നടന്നു കയറുവാനായിട്ട് ഇടയായിട്ട് തീരും. അപ്പൊ വെള്ളം എന്ന് പറയുന്നത് quenching ക്വാളിറ്റി ഉള്ളതാണ്, ക്ലിൻസിങ് ക്വാളിറ്റി ഉള്ളതാണ്, ഇനിയും റിഫ്രഷിംഗ് ക്വാളിറ്റി ഉള്ളതാണ്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 19 വാക്യം വായിക്കുമ്പോ, മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്കും അടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പോ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതായ വചനം ഭൂമിയെ നനച്ച് പുതിയ അനുഭവം ഉണ്ടാക്കുന്നത് പോലെ, റിഫ്രഷ് ചെയ്ത് പുതിയ അനുഭവത്തിലേക്ക് നടത്തുന്നത് പോലെ ദൈവത്തിന്റെ വചനം നമ്മെ പുതുമയിൽ നിന്ന് പുതുമയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കും. ഇന്നലത്തെ പുതുമയല്ല വചനം അനുസരിക്കുന്നതായ ഒരു വ്യക്തിയിൽ ഇന്ന് വെളിപ്പെട്ടു വരുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് വചനം അനുസരിക്കുന്നത് കൊണ്ട് നമുക്ക് പോകുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവവചനം, അല്ലെങ്കിൽ the Holy Scripture is mentioned as water because of his 3 qualities. ഇനി ഞാൻ മുന്നോട്ട് പോകാം. 4ാമത് ദൈവവചനം എന്ന് പറയുന്നത് വിളക്കാണ്. 4ാമത് വിളക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് വിളക്കെന്ന് പറയാൻ കാരണം. വിളക്കിന്റെ ക്വാളിറ്റി ദൈവവചനത്തിൽ ഉള്ളത് കൊണ്ടാണ്. എന്താണ് വിളക്കിന്റെ ക്വാളിറ്റി? നോക്കിയേ,
119 സങ്കീർത്തനത്തിന്റെ 105 വാക്യം, Psalms 119 verses 105. അങ്ങയുടെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. സദൃശവാക്യങ്ങൾ 6:23. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. For the commandment is a lamp and the law is light, and reproofs of instruction are the way of life. The word is a lamp unto my feet and a light unto my path. ദൈവത്തിന്റെ വചനം എന്റെ കാലിന് ദീപം. ആ ദീപം പ്രകാശിക്കുമ്പോ വഴിയിലെ ദുർഘടങ്ങൾ കാണുവാൻ കഴിയും. അത് ഒഴിഞ്ഞു പോകുവാനുള്ളതായ അവസരമുണ്ടാകും. ശരിയായിട്ടുള്ളതായ പാത നമുക്ക് കാണുവാനായിട്ടിടയാകും. വഴിയിൽ പതിയിരിക്കുന്നതായ ദുഷ്ടജന്തുക്കളെ കണ്ട് അതിൽ നിന്ന് അപകടം സംഭവിക്കാതെ ഒഴിഞ്ഞു പോകുവാൻ നമുക്ക് കഴിയും. ഇതൊക്കെയാണ് ഒരു വിളക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത് ഒരു വിളക്ക് പോലെയാണ്. ദൈവത്തിന്റെ വചനം എന്താണ്? അതൊരു ലാമ്പാണ്. വീണ്ടും ഒരു വാക്യം കൂടെ, പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ദൈവവചനം എങ്ങനെ കരുതണം? ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. Until the day dawn, the day star arise in your hearts. We have also a more sure word of prophecy, whereunto you do well that you take heed, as unto a light that shineth in a dark place. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്നതായ ഒരു വിളക്ക് പോലെയാണ് ദൈവത്തിന്റെ വചനം എന്ന് പത്രോസ് പറയുകയാണ്. അപ്പൊ 4-ാമത്തെ സിമ്പൽ, അത് ദൈവവചനം വിളക്കാണ്. It is called a lamp because it shows us where we are now, it guides us in the next step, and it keeps us from falling. 1, പ്രകാശം കാണിക്കുകയാണ്. 2, അപകടം കൂടാതെ അടുത്ത സ്റ്റെപ്പ് വെക്കുവാനുള്ളതായ അവസരമൊരുക്കുകയാണ്. 3, വീഴ്ചയിൽ നിന്ന് അത് നമ്മെ കാക്കുകയാണ്. വിളക്ക് പ്രധാനമായും ചെയ്യുന്നത്, അല്ലെങ്കിൽ വെളിച്ചം പ്രധാനമായും ചെയ്യുന്നത് ഈ 3 കാര്യങ്ങളാണ്. ദൈവത്തിന്റെ വചനവും അത് തന്നെയാണ്. 1, നമുക്ക് അത് നമ്മെ നേരായ രീതിയിൽ നമ്മെ നയിക്കുന്നു, നമ്മുടെ വഴി നമ്മളെ കാണിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഉപദേശിക്കുന്നു. 3, പാപത്തിൽ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുവാൻ ദൈവവചനം അനുസരിക്കുന്നതായ ഒരു വ്യക്തിക്ക് കഴിയുന്നു. അതുകൊണ്ട് ഇരുണ്ട ലോകത്തിൽ വെളിച്ചമുള്ളവരായി നടക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ സഹായിക്കുന്നു. ആ വചനം തുടർന്നും പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ 4-ാമത്തെ വിഷയത്തോടുകൂടെ ഇന്നത്തെ ക്ലാസ്സിനെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ആഴ്ചയിൽ കണ്ടിന്യൂ ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.